Good morning. Welcome to Axonas Learning Online Classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ പാർട്ട് എയിലെ സെക്ഷൻ ഡി ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 സെക്ഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. സെക്ഷൻ ഡി എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ് വരുന്നത് അല്ലേ. നമ്മൾ ഒരുപാട് മെയിൽ, റിപ്പോർട്ട്, ലെറ്റർ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും അധികവും കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ്. 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ ക്ലോസിംഗ് ഓഫ് എ ഫോർമൽ ഇമെയിൽ. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ്, താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? ഫോർ ദ ക്ലോസിങ്, ഒരു ഇമെയിൽ ക്ലോസ് ചെയ്യുന്ന ഫോർമൽ ഇമെയിൽ. ശ്രദ്ധിക്കണം കേട്ടോ, ഫോർമൽ ഇമെയിൽ. നമ്മൾ ഒഫീഷ്യലായിട്ട് അയക്കുന്ന മെയിലിൽ ഒരു മെയിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഏതാണ്? ചിയേഴ്സ് ഉണ്ട്, റിഗാർഡ്സ് ഉണ്ട്, ടേക്ക് കെയർ ഉണ്ട്, ആൻഡ് ലവ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? റിഗാർഡ്സ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരിക കേട്ടോ. അതിനടുത്തത്, when writing a report, what should be included in the introduction? നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഓപ്ഷൻസ്? പേഴ്സണൽ ഒപ്പീനിയൻസ്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ആണ് അല്ലേ, അവിടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണോ വേണ്ടത്? എ സമ്മറി ഓഫ് ദ ഫൈൻഡിങ്സ്, നമ്മൾ എന്തൊക്കെ കണ്ടെത്തി അതിൻ്റെ ഒരു സമ്മറി ആണോ? ഓർ എ ഡീറ്റെയിൽഡ് അനാലിസിസ്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണോ വേണ്ടത്? ഓർ ദ പേർപ്പസ് ഓഫ് ദ റിപ്പോർട്ട്, എന്തിനാണ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിലേതാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനിൽ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ പേർപ്പസ് ഓഫ് ദ റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അടുത്തത്, വിച്ച് ഫ്രേസ് ഈസ് ബെസ്റ്റ് ഫോർ മേക്കിംഗ് എ റിക്വസ്റ്റ് ഇൻ എ ഫോർമൽ ലെറ്റർ. നമ്മളൊരു ഫോർമൽ ലെറ്റർ എഴുതുകയാണ്. നമുക്കറിയാം ലെറ്റർ തന്നെ എന്തുണ്ട്, നമ്മൾ ഫോർമലും ഇൻഫോർമലും പഠിക്കുന്നുണ്ട്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്ന ലെറ്ററാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറയുമ്പോൾ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്റേഴ്സാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തായിരിക്കും കുറച്ചും കൂടെ ഫോർമൽ ആയിരിക്കും ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസ് ഏതാണ് എന്നാണ്. അപ്പോൾ അവിടെയും ഓപ്ഷൻസ് ഉണ്ട്. ക്യാൻ യു, ഐ വുഡ് ലൈക്ക് ടു, പ്ലീസ് കൺസിഡർ, യു നീഡ് ടു. അപ്പോൾ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് പ്ലീസ് കൺസിഡർ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് പറയുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റൈറ്റിംഗ് എ കവർ ലെറ്റർ? നമ്മൾ CV കവർ ലെറ്റർ ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ കവർ ലെറ്റർ വെക്കുന്നതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള എയിം എന്താണ്? ടു ലിസ്റ്റ് ഓൾ പ്രീവിയസ് ജോബ്സ്, നമ്മൾ മുൻപ് ചെയ്ത ജോബ്സിനെല്ലാം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഓർ ടു ഇൻട്രൊഡ്യൂസ് വൺ സെൽഫ് ആൻഡ് എക്സ്പ്രസ് ഇൻട്രസ്റ്റ്, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ടു സമ്മറൈസ് അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ്, നമ്മൾ അക്കാദമിക് ലെവലിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നമ്മുടെ ഉണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഓർ ടു ഡിസ്ക്രൈബ് പേഴ്സണൽ ഹോബീസ്, അതോ നമ്മുടെ ഹോബീസ് പറയാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു ഇൻട്രൊഡ്യൂസ് വൺ സെൽഫ് ആൻഡ് എക്സ്പ്രസ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിനടുത്തത് വീണ്ടും നമുക്ക് അധികവും ഇങ്ങനെ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അധികവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ, മൾട്ടിപ്പിൾ ചോയ്സോ, അതല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴേലുമാണ് ഈ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ വൺ വേർഡ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇമെയിൽസ് ഷുഡ് നെവർ യൂസ് എ സല്യൂട്ടേഷൻ. ഇമെയിൽസ് നമ്മൾ ഇതാക്കുമ്പോൾ അതിനകത്ത് സല്യൂട്ടേഷൻ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യം സല്യൂട്ടേഷൻ എന്താണെന്നുള്ള വേർഡ് നമ്മൾ മറന്നു പോകരുത്. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ അവരെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡിയർ ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ആ പേര് വെക്കുന്നതാണ് സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും സല്യൂട്ടേഷൻ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇമെയിൽസിൽ സല്യൂട്ടേഷൻ
അനാവശ്യമാണ്, ഈ സെൻറ്റൻസ് ഫോൾസ് ആണ് കേട്ടോ. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ റിപ്പോർട്ട് ഷുഡ് സ്റ്റേറ്റ് ഇറ്റ്സ് പേർപ്പസ് ക്ലിയർലി. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ റിപ്പോർട്ട്, ഒരു റിപ്പോർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഷുഡ് സ്റ്റേറ്റ് ഇറ്റ്സ് പേർപ്പസ് ക്ലിയർലി. നോക്കിയേ, അതിൻ്റെ പേർപ്പസ് ക്ലിയർ ആയിട്ട് അവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ്, ഇതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് കോൺട്രാക്ഷൻസ് ലൈക്ക് കാൺട്ട്, വോണ്ട് ആർ എൻകറേജ്ഡ് ഇൻ ഫോർമൽ റൈറ്റിംഗ്. നമ്മളെന്താണ് ഇങ്ങനെ നമ്മൾ ഷോർട്ടാക്കി എഴുതുമല്ലോ, അങ്ങനെ ഷോർട്ടാക്കി എഴുതുന്നത് ഫോർമൽ റൈറ്റിങ്ങിൽ എന്താണ് ഓക്കെ ആണ് എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. നമ്മൾ ഫോർമലായിട്ട് എഴുതുമ്പോൾ, നമ്മൾ ഇൻഫോർമലായിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എഴുതുമ്പോൾ ഷോർട്ടാക്കാമെന്നല്ലാണ്ട് ഇങ്ങനെയുള്ള വേർഡ്സ് ഒന്നും തന്നെ, ഇങ്ങനത്തെ കോൺട്രാക്ഷൻസ് ഒന്നും എന്താണ് ഫോർമൽ ലെറ്റേഴ്സിൽ എൻകറേജ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ഇൻ റെസ്യൂമി ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ഇൻക്ലൂഡ് പേഴ്സണൽ ഹോബീസ്. ഓക്കെ ആണ്, പേഴ്സണൽ ഹോബീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ ആണ്. എന്താണ്, നമ്മളൊരു നമ്മുടെ ബയോഡാറ്റ അല്ലെങ്കിൽ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹോബീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ ആണെന്നാണ് പറയുന്നത്. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നിട്ട് അടുത്തത്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 വേർഡ്സ്. 1 or 2 വാക്കിൽ ഉത്തരം എഴുതാവുന്ന 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ലെറ്റർ ഓഫൺ സീക്സ് ഇൻഫർമേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. നമ്മളൊരു ഇൻഫർമേഷൻ അന്വേഷിച്ചുകൊണ്ടുള്ള ലെറ്ററിനെ നമ്മൾ എന്താണ് പറയുന്നത്? നമുക്കറിയാലോ, എൻക്വയറി ലെറ്റർ ആണ് അല്ലേ. അങ്ങനെയുള്ള നമ്മൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന ലെറ്ററിനെ പറയുന്നത് ആൻ എൻക്വയറി ലെറ്റർ എന്നാണ്. അടുത്തത്, വാട്ട് ടേം ഡിസ്ക്രൈബ്സ് എ ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. എന്താണ്, ഒരാളുടെ എന്താണ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസസും ഒക്കെ പറയുന്ന ആ ഒരു ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? റെസ്യൂം അല്ലെങ്കിൽ ഒരു CV എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ, കരിക്കുലം വിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ Dയിൽ നോക്കാനായിട്ട് വരുന്നത്. സെക്ഷൻ E നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.